ഈ ക്വസ്റ്റ്യൻ നോക്കാം. A 12.5 electron volt electron beam is used to bombard gaseous hydrogen atom at room temperature. What series of wavelength will be emitted? ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആറ്റോമിക് സ്പെക്ട്ര നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വല്ലതും മനസ്സിലായോ? അതായത് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. കണ്ടെയ്നറിനകത്ത് ഗേഷ്യസ് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഓക്കെ, ഗേഷ്യസ് ഫോമിലാണ് ഇരിക്കുന്നത്. ദിസ് ഗേഷ്യസ് ഹൈഡ്രജൻ ആറ്റംസ് ബോംബാർഡഡ് വിത്ത് 12.5 ഇലക്ട്രോൺ ബീം. അപ്പോൾ 12.5 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ഇലക്ട്രോൺ ബീം ഇതിൽ കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസ് എല്ലാം എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് ജമ്പ് ചെയ്യും. കാരണം ഇലക്ട്രോൺസ് അബ്സോർബ് ദിസ് മച്ച് എനർജി അല്ലേ, ഇത്രയും എനർജി അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 12.5 ഇലക്ട്രോൺ വോൾട്ടുള്ള ഇലക്ട്രോൺ ബീം ഇതിൽ കൂടി പാസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ മാക്സിമം അത്രയും എനർജി ഈ ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യും. ശരിയല്ലേ? ഓക്കെയാണ്. ഇനീഷ്യലി ഇതിനകത്ത് ഹൈഡ്രജൻ ആറ്റംസുകളാണുള്ളത് കേട്ടോ. ഇതിനകത്ത് ആരാണുള്ളത്? ഹൈഡ്രജൻ ആറ്റംസ് ആണുള്ളത്. ക്ലിയർ ആയല്ലോ? ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആറ്റം എടുക്കുമ്പോഴുണ്ടല്ലോ ഇലക്ട്രോൺസ് ഇനീഷ്യലി ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെന്നറിയാമല്ലോ. ഇത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്. ഇനീഷ്യലി ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോൺ എവിടെയാണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. അതായത് n=1 ഇത്രയും എനർജിയുള്ള ഇലക്ട്രോൺ ബീം അതിൽ വന്നടിക്കുമ്പോൾ ഇവിടെ 1 ഇലക്ട്രോണ് വേറെ ഏതോ എനർജി സ്റ്റേറ്റിലോട്ട് ജമ്പ് ചെയ്യും. എത്ര എനർജിയാണ് കിട്ടുന്നത്? 12.5 ഇലക്ട്രോൺ വോൾട്ട്. വാട്ട് ഈസ് ദ ഇനീഷ്യൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ? ഗ്രൗണ്ട് സ്റ്റേറ്റിലായ സമയത്ത് ഇലക്ട്രോണിൻ്റെ എനർജി നമുക്കറിയാം En=-13.6/n² ഇലക്ട്രോൺ വോൾട്ടാണ്. ഇനീഷ്യലി ഇലക്ട്രോൺ ബീം പാസ് ചെയ്യുന്നതിന് മുമ്പ് ഇലക്ട്രോൺസ് എല്ലാം ഫസ്റ്റ് എനർജി സ്റ്റേറ്റിലായിരുന്നു. അപ്പോൾ ഇനീഷ്യൽ എനർജി ഓഫ് ദ ഇലക്ട്രോൺ -13.6/1² ഇലക്ട്രോൺ വോൾട്ട്. അതായത് -13.6 ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നു ഇലക്ട്രോണിൻ്റെ ഇനീഷ്യൽ എനർജി. ഇപ്പോൾ 12.5 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഗെയിൻ ചെയ്യാണ് അല്ലേ, ബൈ ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രോൺ ബീം. അപ്പോൾ ഇത് ന്യൂ എനർജി. ക്ലിയർ ആയാലോ? ന്യൂ എനർജി എന്ന് എഴുതാം അല്ലേ. ന്യൂ എനർജി ഓഫ് ദ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ദ ഓൾഡ് എനർജി പ്ലസ് എത്ര എനർജിയാണ് പുതിയതായിട്ട് കിട്ടിയത്? 12.5 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഗെയിൻ ചെയ്തു. സോ ദ ന്യൂ എനർജി ഓഫ് ദ ഇലക്ട്രോൺ വിൽ ബി, ഇത് ആഡ് ചെയ്യുക. ശരിയല്ലേ? ഇത്രയും മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് ആഡ് ചെയ്യുക. കാൽക്കുലേഷൻസ് ഒന്നും എല്ലാം ഞാൻ പറയുന്നില്ല. -1.1 ഇലക്ട്രോൺ വോൾട്ടാണ് ഇലക്ട്രോണിൻ്റെ പുതിയ എനർജി. ആ -1.1 ഇലക്ട്രോൺ വോൾട്ട് മാക്സിമം ഇത്ര എനർജി എങ്കിലും ആയിട്ടുണ്ടാവും, മാക്സിമം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് എനർജി സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടാവും ഇലക്ട്രോൺ? ഈ എനർജി വരണമെങ്കിൽ ഇലക്ട്രോൺ എവിടെ എത്തിയിട്ടുണ്ടാവണം? നമുക്കറിയാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സെക്കൻഡ് എനർജി സ്റ്റേറ്റിലാണ് ഇലക്ട്രോൺ എത്തിയിരിക്കണമെങ്കിൽ അതിൻ്റെ എനർജി -13.6/2² ആണ്. അത് -1.1 ഇലക്ട്രോൺ വോൾട്ടിനോട് ഈക്വൽ അല്ല, അടുത്തുപോലല്ല. ഇനി തേർഡ് എനർജി സ്റ്റേറ്റിലോട്ട് ഇലക്ട്രോൺ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം. തേർഡ് എനർജി സ്റ്റേറ്റ് ഇലക്ട്രോൺ എത്തിയിട്ടുണ്ടെങ്കിൽ തേർഡ് എനർജി സ്റ്റേറ്റ് ഇലക്ട്രോണിൻ്റെ എനർജി -13.6/3² ആണ്. അതായത് -13.6/9 ആണ്. അത് അപ്രോക്സിമേറ്റ്ലി നമുക്കത് മതി. അപ്രോക്സിമേറ്റ്ലി -1.5 ഇലക്ട്രോൺ, -1.1 എടുത്തോ, കുഴപ്പമില്ല. ചെയ്തു നോക്ക്, മനസ്സിലാവും. ഇത് ചെയ്തു നോക്ക്. അപ്രോക്സിമേറ്റ്ലി -1.1 ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ഇലക്ട്രോണ് 1 നിന്ന് 3 എത്തിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും എനർജി 12.5 ഇലക്ട്രോൺ വോൾട്ട് എനർജി മാക്സിമം പോയാൽ അത്രയും എനർജി അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ അല്ലേ, അപ്പോൾ ഇലക്ട്രോണ് n=3 ജമ്പ് ചെയ്തിട്ടുണ്ടാവും. ശരിയല്ലേ?
n=4 ജമ്പ് ചെയ്യാൻ സാധ്യതയില്ല. n=4 ആകുമ്പോൾ ഇതിൻ്റെ അടുത്തെത്തില്ല. -1.5 അല്ല -1.1 വളരെ കുറവിലോട്ട് പോകും. ഐ മീൻ അത് വരില്ല. ഈ 4 വരുമ്പോൾ ഈ 4-ലെത്തൂല. -13.6/4² 16 മൈനസ് പോയിൻറ്റ് സംതിങ്ങാ. അത് ഇതിന് അപ്രോക്സിമേറ്റ്ലി വയ്ക്കുമല്ലോ എന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ക്ലിയർ ആയല്ലോ. അപ്പോൾ 1-ലുണ്ടായിരുന്ന ഇലക്ട്രോൺ 3-ലോട്ട് ജമ്പ് ചെയ്തിട്ടുണ്ടാവും ഇഫ് ഇറ്റ് അബ്സോർബ് ദ എനർജി ഫ്രം ദ ഇലക്ട്രോൺ ബീം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ഇപ്പോൾ എവിടെ എത്തിയപ്പോൾ ഇലക്ട്രോൺ 1-ലുണ്ടായിരുന്ന ഇലക്ട്രോൺ അപ്പോൾ എവിടെ എത്തിക്കഴിഞ്ഞു? 3-ലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഗേഷ്യസ് മനസ്സിലായല്ലോ. ഇലക്ട്രോൺ ബീം കടത്തി വിട്ട് കഴിഞ്ഞാൽ 3-ലെത്തിയിട്ടുണ്ട്. ഇലക്ട്രോൺ ഇപ്പോൾ 3-ലിരിക്കുകയാണ്, എനർജി ഗെയിൻ ചെയ്തു. ഈ ഇലക്ട്രോൺ ഹാസ് എ ടെൻഡൻസി ടു ഗോ ഡൗൺവേർഡ്. താഴേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇക്വിലിബ്രിയം ആണല്ലോ, താഴേക്ക് എനർജി കുറഞ്ഞ ഏരിയയിലോട്ട് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. സോ ഇലക്ട്രോൺ ഡയറക്റ്റായിട്ട് ചിലപ്പോൾ മനസ്സിലായല്ലോ, ഡയറക്റ്റായിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് പോകണമെന്നില്ല. 3-ലുണ്ടായിരുന്ന ഇലക്ട്രോൺ ചിലപ്പോൾ 2-ലോട്ട് പോയിട്ടുണ്ടാവും. ചില ആറ്റത്തിൽ 3-ലുണ്ടായിരുന്ന ഇലക്ട്രോൺ ചിലപ്പോൾ 2-ലോട്ട് പോയിട്ടുണ്ടാവും. ചില ആറ്റത്തിൽ ഇവിടെ ഒരുപാട് ആറ്റംസ് ഉണ്ടല്ലോ. ചില ആറ്റത്തിൽ 3-ലുണ്ടായിരുന്ന ഇലക്ട്രോൺ നേരിട്ട് 1-ലോട്ട് പോയിട്ടുണ്ടാവും. ചില ആറ്റത്തിൽ n=3-ന്ന് 2-ലോട്ട് ജമ്പ് ചെയ്തു, പിന്നെ 2-ന്ന് 1-ലോട്ട് ജമ്പ് ചെയ്യാം. അങ്ങനെ സ്റ്റെപ്പായിട്ട് ജമ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ചില ആറ്റംസ് സ്റ്റെപ്പായിട്ടായിരിക്കും. n=3-ന്ന് 2-ലോട്ട് ജമ്പ് ചെയ്തു, എന്നിട്ട് 2-ന്ന് 1-ലോട്ട് ജമ്പ് ചെയ്തു. അങ്ങനെ വരാം. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആറ്റോമിക് സ്പെക്ട്ര പ്രകാരം റേഡിയേഷൻസ് ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. ഫോട്ടോൺസ് എമിറ്റ് ചെയ്യാനുള്ള കാരണം അറിയാമല്ലോ. ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലോട്ട് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ആ എനർജി ഡിഫറൻസ് എത്രയാണോ അത്രയും എനർജി ഉള്ള ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ അതിനൊരു ഫോർമുല നമുക്ക് വേവ് ലെങ്ത്തിൻ്റെ രൂപത്തിലോട്ട് ഫോർമുല കൊണ്ടുവരാൻ പറ്റും. അതറിഞ്ഞിരിക്കണം. അത് ഞാനിട്ട് ഇവിടെ ഡിറൈവ് ചെയ്ത് കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കാം. അതായത് ഇലക്ട്രോണ് ഞാൻ ഡെറിവേഷൻ കാണിച്ചു തരാം. ഫൈനൽ എനർജി സ്റ്റേറ്റിൽ നിന്ന് മനസ്സിലായല്ലോ. അതായത് ഞാൻ എന്തെങ്കിലും പേര് കൊടുക്കട്ടെ. ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലോട്ട് ഇലക്ട്രോൺ ജമ്പ് ചെയ്യാണ്. ഇനീഷ്യൽ സ്റ്റേറ്റ് നല്ല ഹൈ എനർജി സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റിൽ എനർജി കുറവുള്ള സ്റ്റേറ്റാണ്. ഇങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് എനർജി ഡിഫറൻസ്? ഞാനൊരു ഫോർമുല റെഡിയാക്കി വെച്ചിട്ട് ഇത് വേവ് ലെങ്ത്ത് കണ്ടുപിടിക്കാം. ഓക്കെ, n-ന്ന് n-ലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി എത്ര കുറഞ്ഞിട്ടുണ്ടോ? n-ലിരിക്കുന്ന സമയത്ത് ഇലക്ട്രോണിൻ്റെ എനർജി -13.6/ni² ആണ് ഇലക്ട്രോൺ വോൾട്ടും. NFലാണ് ഇലക്ട്രോൺ ഇരിക്കണമെങ്കിൽ എനർജി -13.6/nf² ഇലക്ട്രോൺ വോൾട്ടും ആണ്. അപ്പോൾ ni എന്ന് പറഞ്ഞാൽ ഹൈ എനർജി സ്റ്റേറ്റും മനസ്സിലായല്ലോ. ഹൈ ആണ്, ഇവിടെ ലോ ആണ്. ഹൈ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോ എനർജി സ്റ്റേറ്റിലോട്ട് ഇലക്ട്രോൺ ജമ്പ് ചെയ്യാണ്. അപ്പോൾ ഫോട്ടോൺ എമിറ്റ് ചെയ്യും. അപ്പോൾ n-ന്ന് n-ലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ എനർജി ഡിഫറൻസ് വിൽ ബി EI - EF -13.6/ni² -13.6/nf². ദിസ് മച്ച് ഇലക്ട്രോൺ വോൾട്ട്. ചെറിയ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തോട്ടെ, ശരിയല്ലേ? ഇവിടെ മൈനസ് പ്ലസ് ആക്കാം. 13.6 പുറത്തോട്ട് എടുക്കാം അല്ലേ? 13.6 പുറത്തോട്ട് എടുക്കാം. ഇവിടെ മൈനസ് പ്ലസ് ആയിട്ടുണ്ടല്ലോ. 1/nf² - 1/ni². ഇങ്ങനെ വരും. ഇലക്ട്രോൺ വോൾട്ടാണ്. ജൂൾസിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 1.6 × 10⁻⁻⁹ ജൂൾസ് എന്ന് വരും. ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഇത്രയും എനർജിയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത്രയും എനർജിയുടെ ഡിഫറൻസിന് ഇക്വാലൻ്റ് ആയിട്ട് ഫോട്ടോൺ എമിറ്റ് ചെയ്യും. ഫോട്ടോണിൻ്റെ എനർജി hν ആണല്ലോ. hν ആണ് ഫോട്ടോണിൻ്റെ എനർജി. ആ മ്യൂവിനെ നമുക്ക് c/λ എന്ന് വേണമെങ്കിൽ എഴുതാം.
അത് കാരണം ലാംഡ ഇൻറ്റു മ്യൂ സി ആണല്ലോ, പഠിച്ചിട്ടില്ലേ? ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത്ത് ലാംഡ ഇൻറ്റു മ്യൂ സി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി എന്നുള്ളത് സി ബൈ ലാംഡ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എച്ച് മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ജമ്പ് ചെയ്തപ്പോൾ ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഫോട്ടോണിൻ്റെ എനർജിയാണ് എച്ച് മ്യൂ, വിച്ച് ഈസ് എച്ച് സി ബൈ ലാംഡ. അതാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിരിക്കുന്ന ആൾ. 13.6 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻⁹ ഇൻറ്റു 1/NF² മൈനസ് 1/NI². ഈ എച്ച് സി ഒരു കോൺസ്റ്റൻ്റ് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ദ ലൈറ്റ്. രണ്ടുപേരെയും കൂടി അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഒരു ഫോർമുല കിട്ടും, 1/λ = എച്ച് സി അങ്ങോട്ട് എടുക്കുക. ഞാൻ ആ സ്റ്റെപ്പും കൂടി കാണിച്ചു തരാം. അപ്പോൾ 13.6 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻⁹. ഈ എച്ച് സി എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് എടുക്കാം. എച്ച് സി എന്ത് ചെയ്യാം, നമുക്ക് അങ്ങോട്ട് എടുക്കാം. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. 6.63 ഇൻറ്റു 10⁻⁻34. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു 10⁻8. 1/NF² മൈനസ് 1/NI² വരും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. 1/λ = ഇതിൻ്റെ വാല്യൂ നമുക്ക് കാണാൻ പറ്റും. ഇത് ഫുള്ളും കോൺസ്റ്റൻ്റാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.0, അത് ബൈ ഹാർട്ടാക്കി വെക്കാം, 1.097 ഇൻറ്റു 10⁻⁷. 1/NF² മൈനസ് 1/NI² വരും. ഈ കോൺസ്റ്റൻറ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ കോൺസ്റ്റൻറ്റ് നമ്മളൊരു പേര് പറയും, റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ്. ബുക്കിൽ പറഞ്ഞിട്ടില്ല, നമ്മൾ ആറിന് ഡിനോട്ട് ചെയ്യാറുണ്ട്, 6. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഈ വാല്യൂ ബൈ ഹാർട്ടാക്കി വെച്ചോ. 1/λ = 6 ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ആറിന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇത് ഈ നമ്പർ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. 1/λ = 1.097 ഇൻറ്റു 10⁻⁷, 1/NF² മൈനസ് 1/NI². അപ്പോൾ NIന്ന് NFലോട്ട് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഫോട്ടോൺ എമിറ്റ് ചെയ്യും. മനസ്സിലായോ? ആ ഫോട്ടോണിനൊരു വേവ് ലെങ്ത് ഉണ്ടാവും. അതും ഓക്കെ ആണല്ലോ. ആ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് കാണാനുള്ള ഫോർമുലയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനിയുണ്ട്, കുറച്ച് ലെങ്തി പ്രോബ്ലമാണ്. അപ്പോൾ N=3 എത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇലക്ട്രോൺ ബീമിലെ എനർജി മുഴുവൻ അബ്സോർബ് ചെയ്തിട്ട് 3 എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 3 ആൾക്ക് വേണമെങ്കിൽ 3 1 നേരിട്ട് ജമ്പ് ചെയ്യാം, 3 2 ജമ്പ് ചെയ്യാം, പിന്നെ 2 ആൾക്ക് പിന്നെ തിരിച്ച് 1 ജമ്പ് ചെയ്യാം. പല രീതിയിലുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ 3 1 നേരിട്ട് ജമ്പ് ചെയ്യാം വേണമെങ്കിൽ, അല്ലേ? 3 1 ജമ്പ് ചെയ്യുന്ന കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ N=3 N=1 ജമ്പ് ചെയ്യുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ വരുന്ന ഇലക്ട്രോണിൻ്റെ വേവ്, അപ്പോൾ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത്ത് നേരത്തെ പറഞ്ഞ ഫോർമുല 1.097 ഇൻറ്റു 10⁻⁷. 1.097 ഇൻറ്റു 10⁻⁷, 1/NF². ഇതാണ് ഫൈനൽ. ഇതിലോട്ടാണ് എത്തുന്നത്. ഇവിടെ നിന്നാണ് ജമ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. ഫോർമുല നോക്കിയേ, 1/NF². ഫൈനൽ 1/1², 1/NI², ഇനീഷ്യൽ സ്ക്വയർ. ഇങ്ങനെ വരും. ഇത് ക്ലിയർ ആയല്ലോ. ഇത് ചെയ്തിട്ട് ഇത് ചെയ്യാനറിയാമല്ലോ നിങ്ങൾക്ക്, അല്ലേ? ഇത് ചെയ്യാം, 1/λ കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങൾ റെസിപ്രോക്കൽ എടുക്കുക. കുറച്ച് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ഞാൻ ഒഴിവാക്കുകയാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സബ്ട്രാക്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ലല്ലോ. 1/λ കിട്ടും. നിങ്ങൾക്ക് ഒന്ന് റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ലാംഡ കിട്ടും. കാൽക്കുലേഷൻ സ്കിപ്പ് ചെയ്യാണ്. 102.55 നാനോമീറ്റർ. നാനോ എന്ന് പറഞ്ഞാൽ 10⁻⁻⁹ ആണ് കേട്ടോ. ഞാനത് നേരിട്ട് നാനോമീറ്റർ എന്ന് എഴുതാണ്.
അപ്പോൾ ഇത് കിട്ടും ലാംഡയുടെ ഇത്. അപ്പോൾ ഇത് ഏത് സീരീസ് ആണെന്ന് വെച്ചാൽ ഇത് 1 എത്തുന്ന ആളല്ലേ ഇത് 1 എത്തുന്ന ആളാണ്. അപ്പോൾ ലൈമാൻ സീരീസ് എന്ത് ടൈപ്പ് സീരീസ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ എഴുതുക ലൈമാൻ സീരീസ് എന്ന് എഴുതണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ലൈമാൻ സീരീസ് എന്ന് എഴുതണം. വേറെയും പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ തന്നെ ജമ്പ് ചെയ്യണം നിർബന്ധമുണ്ടോ? n=3 n=2 ജമ്പ് ചെയ്തൂടെ? കാരണം ഒരുപാട് ആറ്റംസുകളുണ്ട്. ചില ആറ്റംസ് 3 1 ജമ്പ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ 3 2 ജമ്പ് ചെയ്യുക. ഇനീഷ്യൽ, ദിസ് ഈസ് ഫൈനൽ. അപ്പം ഇങ്ങനെയാണെന്നെങ്കിലോ 1/λ. അപ്പോൾ ഒരു ആൻസർ മനസ്സിലായാലോ, ദിസ് ഈസ് വൺ ഓഫ് ദ വാല്യൂ. ഇനി വേറൊരു ആൻസർ, വേറൊരു പോസിബിലിറ്റി ഇതാണ്. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ 1/λ = 1.097 × 10⁻⁷ ഫോർമുല മറക്കണ്ട, 1/nf² - 1/ni². 1/nf² എന്ന് പറഞ്ഞാൽ 2² മൈനസ് 1/3². 3 2 ജമ്പ് ചെയ്യുന്നവരുണ്ടാവും ഇല്ലേ? ശരിയല്ലേ? 3 2 ജമ്പ് ചെയ്യുന്നവരുണ്ടാവും. ഇത് ചെയ്യുക, കാൽക്കുലേഷൻ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. ഇത് ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുക്കാൻ മറക്കണ്ട. ചെയ്തു വരുമ്പോൾ 653.33 നാനോമീറ്റർ കിട്ടും. ഇത് വേറൊരു ആൻസർ. ആറ്റോമിക് സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ പല വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസ് ഉണ്ടാവുന്നല്ലേ പഠിച്ചിട്ടുള്ളത്. ഇനി വേറൊരു പോസിബിലിറ്റി എന്താണെന്ന് അറിയാമോ? n=3 2 ജമ്പ് ചെയ്ത ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ 2 1 ജമ്പ് ചെയ്യും. നമ്മളെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണല്ലോ അത്. n=2 ഉണ്ടായിരുന്ന ആൾക്കാർ 3 2 എത്തി, എന്നിട്ട് 2 തിരിച്ച് 1 അല്ലേ, പഴയ സ്ഥലത്തോട്ട് തന്നെ പോവാമല്ലോ. അങ്ങനെയും പോകുന്നവരുണ്ടാവും ചില ആറ്റംസ്. ദിസ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റേറ്റ്. ഇവിടെ വരുന്നത് 1/λ = 1.097 × 10⁻⁷ × 1/nf² - 1/ni². ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് വരുന്ന അറിയാമോ? ഇതൊന്ന് കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കണം. ഇത് ചെയ്തു വരുമ്പോൾ ആൻസർ ഞാൻ എഴുതാം. ഇത് ചെയ്യുമ്പോൾ 1/λ കിട്ടുള്ളൂ. റെസിപ്രോക്കൽ എടുക്കാൻ മറക്കരുത്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 121.54 നാനോമീറ്റർ കിട്ടും. അപ്പോൾ 3 രീതിയിലുള്ള റേഡിയേഷൻസുകളാണ് കിട്ടുന്നത്. 3 രീതിയിലുള്ള റേഡിയേഷൻസ്. ഇതിൽ രണ്ടാമത്തത് ഇവിടെ നോക്കാം. 2 ജമ്പ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ശരിയല്ലേ? അത് ബാൾമർ സീരീസ് എന്നാണ് പറയുക. ബാൾമർ സീരീസ് ശരിയല്ലേ? ഇത് 1 ജമ്പ് ചെയ്യുന്നതാണ്. ഇത് ലൈമാൻ സീരീസ് എന്ന് പറയും. ഇതാണ് ആൻസർ. 3 രീതിയിലുള്ള വേവ് ലെങ്ത്തുകളാണ് കിട്ടുന്നത്.